തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഒരു വട്ടം കൂടി 2024 ഡിസംബർ 28 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപകരെയും സ്കൂളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. തിരുമേനി സ്കൂളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കെ ജോയ്, കെ പ്രവീൺ, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ്, ജി പ്രദീപ് കുമാർ, കെ ജോസഫ്, ടിമ്മി എലിപ്പുലിക്കാട്ട്, റോയ്സ് കുര്യൻ എന്നിവർ പങ്കെടുത്തു. തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷികം ഒരു വർഷത്തെ ആഘോഷകരമായ പരിപാടിയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2024 ജൂൺ 3-ാം തീയതി ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ടി.ഐ. മൗസൂൻ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. പ്രവേശനോത്സവം, അതുപോലെ മനോഹരമായ ഈ സ്കൂളിന്റെ ഒരു വർഷത്തെ വാർഷികത്തിന് തുടക്കം ഒന്ന് കുറിച്ചു. നമ്മൾ പിന്നീട് ആലോചിച്ച് ഒരു വർഷത്തിൽ നീണ്ടു നിൽക്കുന്ന ആഘോഷകരമായ പരിപാടികളായിരുന്നു. ഇടയ്ക്ക് നമ്മളൊരു ഓണാഘോഷവും വിപുലമായ ഒരു പരിപാടി ആലോചിച്ചാണ്. അത് നമ്മൾ PTA പ്രസിഡന്റുമാരുടെ, അതുപോലെ ഈ സ്കൂളിന്റെ തുടക്കം മാനേജ്മെന്റ്, അതിന്റെ എല്ലാ ആളുകളുടെയും ഒരു സംഗമം കൂടെയാണ് അന്ന് ആലോചിച്ചത്. അത് നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ പരിപാടിയും മാറ്റിവെച്ചപ്പോൾ നമുക്ക് പരിപാടി ചെറിയതോടെ നടത്തി വിപുലമായി നടത്താൻ സാധിച്ചില്ല. മൂന്നാമത് തീരുമാനിച്ച പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ മേഖലകൾ, നമ്മുടെ നാടിന്റെ യശസ്, തിരുമേനിയുടെ യശസ് ഈ ഭൂലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അവരെ മുഴുവൻ അവർ പഠിപ്പിച്ച അവരുടെ ഗുരുനാഥന്മാരെ ഗുരുഭൂതന്മാരെ കാണാൻ ഞങ്ങൾ ഈ ഡിസംബർ മാസം 28-ാം തീയതി, ഈ മാസം 28, 26 നാളെ 27, മറ്റന്നാൾ 28. 28-ാം തീയതി ഈ സ്കൂൾ അങ്കണത്തിലേക്ക് സ്നേഹപൂർവ്വം സഹപാഠികളെ മുഴുവൻ ക്ഷണിക്കുകയാണ്. 28-ാം തീയതി രാവിലെ 10 മണിക്ക് ഏതാണ്ട് 9 തന്നെ എത്താൻ പറ്റുന്നവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ രജിസ്ട്രേഷൻ നടക്കും. അതുപോലെ അധ്യാപകർ ആദരിക്കൽ ഉൾപ്പെടെയുള്ള പൊതു സമ്മേളനം, ആ വിദ്യാർത്ഥികളും അധ്യാപകരുമായി നമ്മുടെ ഗുരുഭൂതന്മാരുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കല്, ഗ്രൂപ്പ് ഫോട്ടോ, അതിനുശേഷം നമ്മുടെ പഴയകാല ഓർമ്മയുണ്ട്. അന്ന് തീരെ ചെറുപ്പമായിരിക്കും പിള്ളേരൊക്കെ, അന്നത്തെ അധ്യാപകർ. അന്നത്തെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അവരുമായിട്ട് ഒരുമിച്ചിരുന്ന ഫോട്ടോ, ബാച്ച് തിരിച്ചുള്ളയോ സ്നേഹ വിരുന്ന്, പൊന്നാട അണിയിച്ച്, അതുപോലെ തന്നെ മൊമെന്റോ അടക്കം കൊടുത്ത് നമുക്ക് അധ്യാപകരെ ആദരിക്കണം. 11 മണിക്ക് ചായ, സ്നാക്സ്, അതുപോലെ തന്നെ പിന്നെ ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഇതിനകത്ത് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതെല്ലാം ഇവിടെ പ്രിൻസിപ്പാളും മെമ്പറും ഇതിന്റെ ഞങ്ങളെക്കാളും മുന്നേ ചെയർമാൻ ഞാനാണ്, കണ്ണൂരിന്റെ പ്രിൻസിപ്പാളാണ്. ആ ഞങ്ങളെക്കാളും ഇരട്ടിയായിട്ടാണ് ഇരിക്കുന്ന ആളുകളൊക്കെ. കുറച്ചാളുകൾ വരാനുള്ളതുണ്ട്. ഇന്നലെ വരെ ഇതിന്റെ പിന്നിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച അവർക്ക് ചില പ്രയാസങ്ങളോട് വരാൻ പറ്റാത്തതുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി, നമ്മുടെ തിരുമേനിയുടെ മനസ്സ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാണ്. ഇനിയും കുറെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് സ്കൂളിൽ ഒരു പ്രവേശന കവാടം വേണം. അതെല്ലാം കുറെ ആളുകൾ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആലോചിച്ചുള്ള അടുത്ത പരിപാടി ഏപ്രിൽ മാസം, നമ്മൾ ആലോചിച്ച ഫെബ്രുവരിയാണ്, കുറച്ച് പരിമിതമുണ്ട്. ഏപ്രിൽ മാസത്തോടുകൂടി നമുക്കിവിടെ നല്ല, എൻ്റെ ഒരു നിർദ്ദേശം ആലോചിച്ചല്ലെങ്കിൽ പോലും നമുക്ക് പണ്ട് ഇവിടെ ബാലചന്ദ്രനും പ്രദീപും പ്രവീണും റോയ്സൊക്കെ നല്ല നടന്റെ ഒക്കെ അഭിനയമൊക്കെ ഇവിടെ നടത്തി ഒരുപാട് മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. നമുക്കൊരു നാടകം ഉൾപ്പെടെ ഏപ്രിൽ മാസം അവസാനം 2-3 മാസം കൊണ്ട് ഇതിനൊക്കെ പറ്റുന്നതാന്ന് തോന്നുന്നു. നമുക്ക് നല്ലൊരു ഗേറ്റ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ നമുക്ക് ഈ 28-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിൽ ഒന്നുകൂടെ ആലോചിക്കാം. അപ്പൊ ഈ നിലയിൽ മനോഹരമായി തിരുമേനി സ്കൂള് 80-74 തുടങ്ങിയ UP സ്കൂളായി തുടങ്ങിയ, 80 ഹൈസ്കൂളായ, 2010 ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജായി മാറിയ, നമ്മുടെ മനോഹരമായ കാട്ടുപന്നിയും കാട്ടുപോത്തും കാട്ടാനയും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രദേശം, ആ തിരുമേനി സ്കൂളിന്റെ 50ാം വാർഷികം ഏറ്റവും അഭിമാനകരമായി നമുക്ക് നടത്താൻ പറ്റണം. പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്ക്വാഡ് തിരിഞ്ഞ് ക്ഷണക്കത്ത് അനൗൺസ്മെന്റ്, ഇതിലൂടെയൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞു. അതേപോലെ പൂർവ്വ അധ്യാപകരെ ഫോണിലൂടെയും അതേപോലെ പിന്നെ നേരിൽ കണ്ടുമൊക്കെ ആയിട്ട് പരമാവധി ക്ഷണിച്ചിരിക്കുകയാണ്. 28-ാം തീയതി 9:30 ഇവിടെ എത്തിച്ചേരുകയാണ്. രജിസ്ട്രേഷനും തുടർന്ന് പിന്നെ വിവിധ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം, പിന്നെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി ആണ്. അതില് രണ്ടാമത്തെ പരിപാടി നമ്മുടെ വിപുലമായ ഓണാഘോഷം
നമുക്ക് ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാഗികമായി മാത്രമേ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. ഇനി നമുക്കറിയാം, സ്കൂളിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്മരണിക പ്രകാശനം ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതേപോലെ നമുക്കൊരു പ്രവേശന കവാടം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇതിന്റെയൊക്കെ കാര്യങ്ങള് പൂർവ്വ വിദ്യാർത്ഥികൾ 28-ാം തീയതി വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഇത് ഏറ്റെടുത്ത് അതിന്റെ നല്ല സുഗമമായ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരെയും പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ 28-ാം തീയതിയിലുള്ള പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മലയോര മേഖലയായ ഈ ഒരു നാടിനെ സംബന്ധിച്ച് നമ്മുടെ സ്കൂള് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ നിരവധി ആൾക്കാര് ഇന്ന് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതില് മീഡിയ രംഗത്തുള്ളവരുണ്ട്, ഡോക്ടർ പോലുള്ള രംഗത്തുണ്ട്, സേവന രംഗത്തുള്ളവരുണ്ട്. അങ്ങനെ അവരൊക്കെ ഒരിക്കൽ കൂടി നമ്മുടെ ഈ സ്കൂളിലേക്ക് വരുന്നു. ഈ അധ്യാപക സംഗമത്തിന്റെ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 1974 ഈ സ്കൂൾ ആരംഭിക്കുമ്പോൾ ഈ സ്കൂളിന്റെ അച്ഛനായിരുന്ന ശ്രീ മുഹമ്മദ് അലി മാഷി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ കണ്ണൂർ ജില്ലയുടെയും കാസർഗോഡ് ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ ഉള്ള അധ്യാപകരെല്ലാം നേരിൽ കാണാനും അവരെല്ലാം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് മുഴുവൻ ഈ സ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ അവസരത്തിൽ നടത്തുകയാണ്. 1000 പേരിൽ കുറയാത്ത ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് വിവിധ തലങ്ങളിലുള്ള വിദേശത്തുള്ളവരടക്കം എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 1000 പേരിൽ കുറയാത്ത ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി വിജയമാക്കുന്നതിന് വേണ്ടി ഈ പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മൾ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട്, ഇനി അറിയിക്കാൻ വിട്ടുപോയിട്ടുള്ളവർ ഇതൊരു അറിയിപ്പായിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്ന് ആണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം. അത് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പന്തലും കസേരയും ഒക്കെ ഏകദേശം എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പരിപാടി വിജയിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വേഗന. തീർച്ചയായിട്ടും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി എന്ന നിലയിലാണ് വളരെ ഗംഭീരമായ അതിന്റെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ പരിപാടി ചില സാങ്കേതിക നാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് സർക്കാർ പദ്ധതികളൊക്കെ നിർത്തിവെക്കണമെന്ന് ഓർഡർ ഉള്ളതുകൊണ്ട് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നല്ല. മൂന്നാമത്തെ പൊതുപരിപാടിയാണ് അധ്യാപക വിദ്യാർത്ഥി പൂർവ്വ സംഗമം. അത് ഏറ്റവും വിജയകരമായി നടത്തേണ്ടത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ ആവശ്യകതയാണ്. ഇതൊരു ചരിത്ര സംഭവമായി മാറേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പഠിപ്പിച്ചു പോയിട്ടുള്ള ഒരുപാട് ഇടപാടുകളിലെ സുതാര്യത, 70 കോടിയിലധികം പ്രവർത്തന മൂലധനം, 18 വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും. 25 ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ, വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ, കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ, കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം, ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണമയക്കാവുന്ന RTGS NEFT സൗകര്യം. ചെറുപുഴ, പെരിങ്ങോം, വയക്കര പഞ്ചായത്ത് പരിധികളിലായി 3 ബ്രാഞ്ചുകൾ. ഇച്ഛാശക്തിയുള്ള ഭരണസമിതി, ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ. നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. ഹെഡ് ഓഫീസ് ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: മെയിൻ ബ്രാഞ്ച് ചെറുപുഴ, ഫോൺ 04985243255. ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ, ഫോൺ 04985242255. പാടിയോട്ടുചാൽ ബ്രാഞ്ച്, ഫോൺ 04985242155.